എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, തങ്കമണി, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. മാധവ്, സിദ്ധാർത്ഥ്, നയൻതാര ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. ഈ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലാണ് സിനിമയുടെ ഡയറക്റ്റ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഔസേപ്പിന്റെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിജയരാഘവൻ, കലാപൻ ഷാജോൺ, ലെന തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഫാമിലി ഡ്രാമ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഔസേപ്പിന്റെ എന്ന സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചയായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജനുവരി മാസമാണ് സിനിമ റിലീസായത്. എസ്ട്രാഡീസൺ എന്ന സിനിമ OTTയിൽ ഇതുവരെ വന്നിട്ടില്ല. സുരാജാണ് ED സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ED സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു കോമഡി ഫാമിലി മൂവിയാണ്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിൽ എസ്ട്രാഡീസൺ എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനയ് ഫോർട്ട്, അനുമോഹൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ബിഗ് ബെൻ ഒരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബിഗ് ബെൻ സ്വന്തമാക്കിയത്. ഇപ്പോൾ ബിഗ് ബെൻ സിനിമയുടെ OTT സൺനെസ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 28-ന് സൺനെസ്റ്റിലാണ് ബിഗ് ബെൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു പെരുമാനി. ഇതൊരു കോമഡി മൂവിയാണ്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ട് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് പെരുമാനി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ OTT വിറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ പെരുമാനി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 27-ന് ആമസോൺ പ്രൈമിൽ പെരുമാനി റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പുണ്യാളൻ. അനശ്വര രാജൻ, അർജുൻ അശോകൻ, ബാലു വർഗീസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പുണ്യാളൻ ഒരു കോമഡി ത്രില്ലർ സിനിമയാണ്. പുണ്യാള സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും പുണ്യാള സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തങ്കമണി ഒരു റിയൽ സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ദിലീപ്, നിതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ ആമസോൺ പ്രൈം തങ്കമണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. സർപ്രൈസ് ആയിട്ടായിരിക്കും തങ്കമണി OTT റിലീസിനെ ഒരുങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. ഈ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ബേസിൽ, അനിക, നമിത പ്രമോദ്, മാത്യു തോമസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. റൊമാൻറ്റിക്കൽ സ്പോർട്സ് മൂവിയാണ് കപ്പ്. ഇപ്പോൾ അവസാനം സൈന പ്ലേ കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. മാർച്ച് മാസം 26-ന് കപ്പ് സിനിമ സൈന പ്ലേയിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനയ് ഫോർട്ട്, അനുസുതാരയാണ് വാതിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് വാതിൽ സ്വന്തമാക്കിയത്. ഇപ്പോൾ ഒടുവിൽ വാതിൽ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് വാതിൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് തീയതി വ്യക്തമല്ല. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് മാസം 28-നായിരിക്കും വാതിൽ സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ആവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് ഡൊമിനിക്കിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തത്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഡൊമിനിക് സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ഡൊമിനിക് സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സ്വന്തമാക്കിയത്. സിനിമയ്ക്ക് മുന്നേറാൻ സാധിച്ചില്ല. പക്ഷേ നല്ലൊരു സ്റ്റോറിയാണ് ഹണ്ട് പറഞ്ഞു പോകുന്നത്.
കാത്തിരിക്കുന്നത്. ഹണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കിലാണ് ഹണ്ട് സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മനോരമ മാക്സും ആമസോൺ പ്രൈമും 2 OTT പ്ലാറ്റ്ഫോമിലും ഹണ്ട് റിലീസുണ്ട്. ഈ വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് ആയിരിക്കും ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് ഏത് മൂവിയുടെ OTTക്ക് വേണ്ടിയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.